മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ പുതിയ നിയമം. ഇതനുസരിച്ച് ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള വിദേശ തൊഴിലാളികൾക്ക് യുഎഇയിൽ ജോലി ചെയ്യുന്നതിന് ഇനി വിലക്ക് ഏർപ്പെടുത്തും. നിലവിൽ തൊഴിൽ മേഖലയിൽ ഒരു വിദേശി കഴിവ് തെളിയിച്ചാൽ ജോലി സ്വന്തമാക്കാൻ എളുപ്പമായിരുന്നു. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സ്വഭാവവും മുൻ പശ്ചാത്തലവും കാര്യമായി പരിശോധിച്ചിരുന്നില്ല. എന്നാൽ ഇനി പുതിയ തൊഴിൽ തേടി പോകുന്നവരുടെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നാട്ടിൽ വെച്ച് പരിശോധിക്കാനാണ് പുതിയ തീരുമാനം. ഇതിനായി യുഎഇ മനുഷ്യ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമെന്ന തൊഴിൽ മന്ത്രാലയം കർശന നടപടി സ്വീകരിക്കും. തൊഴിലാളികളുടെ നാട്ടിലെ ജീവിത പശ്ചാത്തലം കണ്ടെത്താനായി അവിടെ തന്നെ സംവിധാനം ഉണ്ടാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഫെഡറൽ നാഷണൽ കൌൺസിൽ എന്ന FNCയിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായി വിഷയം മന്ത്രിസഭ പരിശോധിച്ചു വരികയാണ്. കെട്ടിട നിർമ്മാണ മേഖല, ഡ്രൈവർമാർ, ഹെൽപ്പർമാർ, കച്ചവട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ, കഫ്റ്റീരിയ ജീവനക്കാർ തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികൾക്കും ഈ സുരക്ഷാ പരിശോധന വേണ്ടിവരും. ഏറെ നാൾ മുമ്പ് ജോർദാൻ സ്വദേശിയായ ഒരാൾ 8 വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നിയമം നടപ്പാക്കുന്നത്. അതേസമയം പുതിയ നിയമം ഇന്ത്യൻ തൊഴിലാളികളെ ലക്ഷ്യമിട്ടല്ല എങ്കിലും ഫലത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്നതും മലയാളികൾ ഉൾപ്പെടെയുള്ളവരെയാണ്. വിവിധ മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഗുണ്ടാ സംഘങ്ങൾ എന്നിവരും നേരത്തെ ഇത്തരത്തിൽ നാട്ടിൽ ക്രിമിനൽ കേസ് ഉള്ളവരെ വിദേശത്തേക്ക് കടത്തിയിരുന്നു. പുതിയ നിയമത്തോടെ ഇത്തരക്കാരും കുടുങ്ങും. നിലവിൽ യുഎഇയിൽ വിവിധ രാജ്യക്കാരായ 45 ലക്ഷം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. പുതുവർഷത്തിൽ പുതിയ ഒരു തൊഴിൽ അന്തരീക്ഷവും ഇതുവഴി അധികൃതർ ലക്ഷ്യമിടുന്നു. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.